പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ്. ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇന്ന് രാവിലെ മുതൽ മുഖ്യമന്ത്രിയുടെ വീട് ഉൾപ്പെടെ 12 ഇടങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നു. വി ഡി സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇ ഡി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതെന്ന്. അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രത്തിൽ ചെന്ന് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ട് വേണ്ട ഇ ഡിക്ക് കേരളത്തിൽ വന്ന് റെയ്ഡ് നടത്താൻ. കാരണം കേരള സർക്കാരിന്റെ യാതൊരു അനുവാദവും ഇ ഡിക്ക് ആവശ്യമില്ല. പിണറായി വിജയനെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ റെയ്ഡ് നടത്താനും ഒക്കെ ഇ ഡിക്കുണ്ടായിരുന്ന ഒരു കടമ്പ എന്ന് പറയുന്നത് പിണറായി വിജയൻ കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ളതാണ്. ഒരു മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെങ്കിലോ റെയ്ഡ് നടത്തണമെങ്കിലോ ഒക്കെ ഒത്തിരി കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. പെർമിഷനും കാര്യങ്ങളും ഒക്കെ വേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് അങ്ങനെ യാതൊരുവിധ പെർമിഷന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രതിപക്ഷ നേതാവിനെ ചോദ്യം ചെയ്യാനൊന്നും ഒരുപാട് അനുമതിയോ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ഇ ഡിക്ക് പോയി ചോദ്യം ചെയ്യുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ എന്തുവേണേ ചെയ്യാം. പിണറായി വിജയന്റെ മകൾ വീണയുടെ വീട്ടിലും റിയാസിന്റെ വീട്ടിലും ഒക്കെ ഉൾപ്പെടെയാണ് ഈ 12 ഇടങ്ങളിൽ റെയ്ഡ് എന്ന് പറയുന്നത്. റെയ്ഡ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും CPM പ്രവർത്തകർ ഉപരോധവുമായി എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും മുദ്രാവാക്യങ്ങളുമായി കൂടിയിരിക്കുകയാണ്. അവരാരോപിക്കുന്നത് മൊത്തം മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇതിന്റെ പിന്നിൽ, അദ്ദേഹം ഒരു BJP അനുകൂലിയാണ്, BJP ഏജന്റാണ് എന്നൊക്കെയാണ് പറയുന്നത്. BJPയുടെ ഉദ്ദേശം വ്യക്തമാണ്. കേരളത്തിൽ ഇപ്പോൾ 3 പ്രധാന പാർട്ടികളിൽ ഒന്നാണ് BJP. അപ്പൊ BJP 0-ൽ കിടന്നിടത്ത് ഇപ്പോൾ 3 ആയിരിക്കുകയാണ്. ഇടയ്ക്ക് അവരൊരു അക്കൗണ്ട് തുറന്നു എങ്കിൽ ഇപ്പോൾ 3 എന്നൊരു വലിയ സംഖ്യയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഒന്ന് ക്ഷയിച്ചാൽ അതിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് BJPക്ക് തന്നെയായിരിക്കും. അത് യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ കൂടുതലും മുമ്പ് CPM അനുഭാവികളായിരുന്ന ആളുകളാണ് കൂടുതലും BJPയിലോട്ട് പോയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ആളുകളൊന്നും BJP പോയത് വളരെ കുറവാണ്. കേന്ദ്രത്തിൽ BJPയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണെങ്കിലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ക്ഷയിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഈ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ ഒത്തിരി ആളുകൾ CPMൽ നിന്നാണ് കൂടുതലും ഗ്രൂപ്പായിട്ട് തന്നെ BJPയിലേക്ക് ഒത്തിരി CPM നിന്ന് ആളുകൾ പോയിട്ടുണ്ട്. കൊലപാതക രാഷ്ട്രീയമൊക്കെ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല വാർത്തകളും അറിയാതെ പോകുന്നത്. പണ്ടൊക്കെ CPM നിന്ന് ഒരാൾ മറ്റൊരു പാർട്ടിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരുന്നു. അപ്പൊ അതൊക്കെ ഒരുപാട് കാലം മാറുന്നതനുസരിച്ച് അതിനൊക്കെ കുറവുണ്ട്. എന്തായാലും മാസപ്പടി വിവാദത്തിൽ വ്യക്തമായ തെളിവുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെ വീണയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ CPMന്റെ മുന്നിൽ വലിയ പ്രതിസന്ധികളായിരിക്കും പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. ഇവരൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ റെയ്ഡ് നടക്കുന്നത് മൂലം ഇ ഡിയുടെ കരുതൽ തടങ്കലിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെയ്ഡ് നടക്കുമ്പോൾ അങ്ങനെയാണ്. ഉള്ളിലുള്ളവർക്ക് പുറത്തോട്ട് പോകാനോ പുറത്തുള്ളവർക്ക് അകത്തോട്ട് വരാനോ ഒരു ഫോൺ കോളിന് പോലും സാധിക്കില്ല എന്നുള്ളതാണ്. അധികാരം പോയി ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഒരിക്കലും പിണറായി വിജയൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല.